അപ്പോഴേ ഞാനിന്നൊരു 5 ഐറ്റം മുളക് പാവി മുളപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വെജിറ്റബിൾ ട്രൈ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബക്കറ്റിനെ കട്ട് ചെയ്ത് 2 പീസാക്കി അതെടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ടേബിൾ ഫാനിൻ്റെ ഒരു പാർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയെല്ലാം ഞാൻ വിത്ത് പാകി മുളപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്യാനുള്ള ചകിരിച്ചോറും ചാണകപ്പൊടിയും കോഴികളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ മുളകായിട്ട് പരിചയപ്പെടാം. ഇതാണ് അസുര മുളക്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ഇത് ഉടങ്കൊല്ലിയാണ്. നല്ല മണവും നല്ല എരിയുള്ള ഐറ്റമാണ്. ഇത് വയലറ്റ് മുളകാണ് കേട്ടോ. പഴുത്തപ്പോൾ നിറം മാറി എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ചെടിയും മുളകെല്ലാം വയലറ്റാണ്. ഇത് തൊണ്ടൻ മുളകിൻ്റെ വിത്താണ് കേട്ടോ. തൊണ്ടൻ മുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് പാൽക്കാന്താരി എന്ന് പറയുമ്പോൾ നമ്മുടെ പച്ച ആയിരിക്കുമ്പോൾ ഇത് നല്ല വൈറ്റ് കളർ ആയിരിക്കും, പഴുക്കുമ്പോഴത്തേക്കും റെഡ് കളർ. അപ്പം നമുക്കിനി വിത്ത് പാകാനായിട്ടുള്ള മണ്ണ് റെഡിയാക്കാം. ആദ്യം മണ്ണിലിടുന്നത് കുറച്ച് കോഴി വളമാണ് കേട്ടോ. കോഴി വളം ഇട്ടിട്ട് തൊട്ട് പുറകെ ഇടുന്നത് ചാണകപ്പൊടിയാണ്. ഇത് രണ്ടോടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വിത്ത് ഇടുന്നത്. അങ്ങനെ മണ്ണെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിത്തിട്ട് കൊടുക്കാം. ഓരോ ഐറ്റം മുളക് ഓരോന്നിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വിത്തെല്ലാം പാകി തീർന്നായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ചകിരിച്ചോറുകൂടെ ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.